നമ്മളങ്ങനെ ഗോളി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. കടപ്പയിൽ നിന്നാണ് പോണത്. കടപ്പ നമ്മൾ മുന്നേ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് നേരത്തെ പോരാണ് ഉണ്ടായത്. കടപ്പയിൽ നിന്ന് ഏകദേശം 125ഓളം കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഒഗോളി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കിടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ NH-ലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എങ്കിലും നമ്മൾ വില്ലേജുകളൊക്കെ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ വില്ലേജ് കവർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ കയറും. 2 ദിവസം പിടിച്ചിട്ട് നമ്മൾ ഒഗോളി എത്തുള്ളൂ. അതിന് മുന്നേ കിട്ടുന്ന വില്ലേജൊക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൊണ്ട് വന്നപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. നല്ല നല്ല കമ്പനികൾ തട്ട വരുന്നത്. ഇത്രയും NH-ൻ്റെ സൈഡിൽ വലിയ കമ്പനികളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കമ്പനികൾ വരുമ്പോൾ എത്രത്തോളം നമ്മുടെ നാടിന് ഗുണമാണെന്നുള്ളതാട്ടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ കമ്പനീൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കുകയാണെങ്കിൽ എത്ര ആൾക്ക് ജോലി സാധ്യത ഉണ്ടാവും. ഈ നാട്ടിലൊക്കെ ഒരുപാട് കമ്പനികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രത്തോളം കമ്പനി വരാത്തത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും വരും കാലങ്ങളിലെങ്കിലും അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കമ്പനികൾ പൊന്തട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. ആ കമ്പനീൻ്റെ ഒരു സ്ട്രെച്ചിങ് ഒക്കെ നോക്കാൻ അങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ യാത്രയുടെ പ്ലാന് ഏകദേശം ഒരു ദിവസം 50-100 കിലോമീറ്റർ കവർ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ കൂടി ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ പിടിച്ച് പോകട്ടോ. അതായത് 100 കിലോമീറ്റർ അപ്പുറത്താണ് ഒഗോളി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം കിടക്കുന്നത്. അതിൻ്റെ അടിയിൽ കിട്ടുന്ന ടൗണുകളോ അല്ലെങ്കിൽ വില്ലേജുകളൊക്കെ നമ്മൾ കവർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇപ്പോൾ എന്ത് കവർ ചെയ്യാനാണ് നോക്കുക. വില്ലേജുകൾ കവർ ചെയ്യാൻ കുറേ ആൾക്കാർ പറഞ്ഞിന്. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ അങ്ങനെ വില്ലേജ് എന്ന് പറയത്തക്ക വില്ലേജുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 10-20 വീടുകൾ ഒരുമിച്ച്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആ ഒരു ഉള്ളേരിയൊക്കെ ഉള്ള റോട്ടിലൂടെ പോയാൽ തന്നെ അടുത്തൊരു 10-20 വീട്, അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഒഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു 10-20 വീട്, ഇങ്ങനെയുള്ള വില്ലേജുകളാണ് നമുക്ക് കിട്ടിയത്. റോഡുകളൊക്കെ നോക്കിയിട്ടോ, മനോഹരമായിട്ടുള്ള റോഡ്, ഇരു സൈഡുകളിൽ നല്ല വൃക്ഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്ര ഭയങ്കര രസമാണ്. പക്ഷേ ഇങ്ങനത്തെ കൾച്ചറാണ് ആന്ധ്രാപ്രദേശിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മളെ ഇന്ത്യൻ്റെ ഏറ്റവും വലിയൊരു സംസ്ഥാനം എന്നുള്ള രൂപത്തിൽപ്പെട്ട ഒരു സംസ്ഥാനമാണല്ലോ ആന്ധ്രാപ്രദേശ്. ഏകദേശം നമ്മളെ കേരളത്തിൻ്റെ 4-5 ഇരട്ടി വലുപ്പം ഉണ്ടായിരിക്കാം. ഭൂപടത്തിലൊക്കെ നോക്കുമ്പോൾ ആ ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു കേരളത്തിൻ്റെ ആ ഒരു ഭാഗം കവർ ചെയ്തിട്ടുള്ളൂ ആന്ധ്രാപ്രദേശിൽ. ഇനി ബാക്കി 4 ഭാഗം അല്ലെങ്കിൽ 3 ഭാഗം കവർ ചെയ്യാനാണ്. ആന്ധ്രാപ്രദേശിലേക്ക് കയറിയതും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഹനുമാൻ്റെ രൂപങ്ങൾ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഈ പയ്യന്മാർ നിൽക്കുന്ന ആ ഒരു വലിപ്പവും ആ ഒരു രൂപത്തിൻ്റെ വലിപ്പം കൂടി ഒന്ന് നോക്കുകയാണെ അത്രയും വലിപ്പമുള്ള ഹനുമാൻ്റെ രൂപങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലും ഹനുമാൻ്റെ രൂപങ്ങളാണ് റോഡ് സൈഡിലൊക്കെ ഉള്ളത്. ക്ഷേത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോ ഏരിയയിൽ ഓരോ രൂപങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് ആ ഒരു ഡിസൈനാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു സ്ട്രെച്ചിങ്ങിൽ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വലിപ്പമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒഗോളി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. വെയിറ്റിംഗ് ഷെഡിൻ്റെ ഒരു ഡിസൈനിങ് നോക്കിയിട്ടാ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ടാവില്ലേ. ഇവിടുത്തെ ഈ ഒരു ഇരിപ്പാണ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ മെയിൻ്റനൻസ് തീരെ അതിൻ്റെ ഒരു ഫാൾട്ട് മാത്രമുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ട്രെച്ചിങ് കാര്യങ്ങളതൊക്കെ അടിപൊളിയാണെന്നുള്ളതാണ്. അത് നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെ ധാബകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പല ആളുകളും പറഞ്ഞിരുന്നു ധാബകളിൽ നമുക്ക് സേഫാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇട്ടുകൊണ്ട് കിടക്കാനൊക്കെ എന്നുള്ളത്. എന്നാലും ഒരു 50% സേഫുള്ളൂ കേട്ടോ. കാരണം ഈ കള്ളന്മാർ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ, നമ്മളെ സാധനങ്ങൾ വലിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൂടുതലും ധാബയിലും കേട്ടിട്ടുണ്ട്. ഞാൻ അതുവരെ ധാബയിൽ നിർത്തിയിട്ടൊന്നുമില്ല. നിർത്തണം ബൈ ചാൻസിൽ ഇനി നമുക്ക് പോകുമ്പോൾ. നമ്മൾ വന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന റോഡ്. അപ്പോൾ അവിടെ ഇങ്ങനെ ആയിട്ട് എന്തോ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു അമ്പലം മാതിരിയുള്ള സ്ഥലത്ത് നല്ല ബൾബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പാസ് ചെയ്ത് വരുമ്പോഴാണ് കണ്ടത്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗ്രാമം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്യാച്ച് ചെയ്യുമോ എന്നുള്ളത് നോക്കാം. അടിപൊളിയായിട്ടുള്ളൊരു ചെറിയ കുടിലുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വൈക്കോലുകളൊക്കെ തന്നെ അങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് ദാർപ്പായൊക്കെ ഇട്ടിട്ട് ഒരുപാട് സ്ഥലത്ത് മൂടിച്ചൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോയേക്കാം. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. 6 മണിയോട് അടുത്തിട്ടുണ്ട്. 5:45 പക്ഷേ ഇങ്ങനത്തെ ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. ഒരു 7 മണിയോട് അടുത്തൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്. 5:47 പക്ഷെ നല്ല ഇരുട്ട് മൂടിയിട്ടുള്ളൊരു പ്രകൃതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഈ കാഴ്ചകളാണ് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുന്നതും ഈ ഒരു
ആന്ധ്രാപ്രദേശിനെ വല്ലാതെ കണ്ട് നമുക്ക് ആഗ്രഹിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നതൊക്കെ. അണ്ണാ നാം പേര് പേര് ശ്രീനിവാസ്, ഊറ് പേര് കർണാകത്തറ. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ടാട്ടാ കേരള. ഇതൊക്കെയാണ് ഈ പന്നിക്കുട്ടികൾ, ചെറിയ കുട്ടികൾ, നല്ല കളറുള്ള ഇതൊക്കെയാണ്. എന്താല്ലേ പുളി, ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു സാഹചര്യം ഒക്കെ കൂടി ഇങ്ങോട്ട് ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച. ഒക്കെ തിന്നണ സമയമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ കുറേ കന്നുകാലികളൊക്കെ മേയുന്നുണ്ട് അവിടെയൊക്കെ ആയിട്ട്. ഇനി നമുക്ക് പോകേണ്ടത് ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അവിടേക്കാണ് കേട്ടോ. അവിടെ ഒരു ഗ്രാമം മാതിരി വരുന്നുണ്ട്. മലക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇട്ടിട്ടുണ്ട്. സൗമ്യാണെന്നാട്ടോ തോന്നുന്നത് മൂപ്പര്. നമ്മളെ ശബരിമല എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വിശ്വാസം, ഭയങ്കര കാര്യങ്ങളാട്ടോ, ഭയങ്കര കാര്യമാണ് കേട്ടോ അവിടുത്തെ ആൾക്കാർക്കൊക്കെ. സ്വാമി കേരള കേരള ആയേഗാ ഓ ശബരിമല? ആ അച്ഛാ അച്ഛാ അച്ഛാ. അപ്പോൾ ശബരിമലയ്ക്ക് വരാനുള്ള സ്വാമിയാണ്. അവിടെ ഉത്സവ് ഉത്സവ് ഓ ടെമ്പിൽ മേ ഉത്സവ് ആജ് ഉത്സവ് राम उत्सव. हाँ गाँव किधर है? गाँव हाँ ठीक है ठीक है. അപ്പോൾ മൂപ്പരെ വീട് എടുത്ത് തന്നെയാണ്. പോത്തുകളൊക്കെ നോക്കാനേ അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കുറേ ആടുകൾ തട്ടാ വൈകുന്നേരമായിട്ട് വീട്ടിലേക്ക് പോണേ. അപ്പോൾ രാവിലെ അവർ മേക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ്. ഏകദേശം 6 മണിയോടെ അടുത്തിട്ടുള്ളൂ. ഇരുട്ടും കാര്യങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടിക്ക്. ഒരുപാട് ആടുകൾ പോണ കാണാൻ തന്നെ വേറെ രസമല്ലേ അടോക്കണി. നമ്മൾ വന്ന വഴി തന്നെയാണ്. ഞാൻ തിരിച്ചു പോയെന്ന് ഈ അമ്പലത്തേക്കുള്ള വഴി എങ്ങനെയെന്നുള്ള അറിയാതെ കേട്ടാ. അപ്പോൾ അങ്ങനെ റിവേഴ്സ് എടുത്ത് വന്നതാണ്. അപ്പോൾ ഈ പോണ റോട്ടിൽ കൂടിയാണ് നമുക്കാണ് പോകാനുള്ളത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും ഒരു നല്ലൊരു സാഹചര്യമാണ് കേട്ടോ. അവിടെ ഒരു ഇളം വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അമ്പലം പോയിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ നോക്കുക. അതുപോലെ ഈ ഒരു വില്ലേജായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ വില്ലേജിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്നുള്ള ഉദ്ദേശമാണ്. ഇവിടെയൊക്കെ തന്നെ ആടിൻ്റെയും ഇതിൻ്റെയൊക്കെ പരിപാടിയാണ് കേട്ടോ. കേരള കേരള ट्रैवलिंग देखने का ट्रैवलिंग करेगा. ओ శబరిమల ఫంక్షన్ వాళ్ళు ఉన్నారు కానీ భవానీ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഔട്ടർ ലുക്ക് കാര്യങ്ങളൊക്കെ കേട്ടാ. 4 రోజుల బాత అంటే లైటింగ్ చేసుకున్నారు. ഓ റോഡ് സേ ദേക്കാൻ ആയേഗാ. നമ്മളങ്ങനെ വില്ലേജിലാണ് എത്തിയിട്ടുള്ളത്. അതായത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വില്ലേജൊക്കെ വരുന്നത്. അപ്പോൾ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പരിപാടിയില്ല. എന്തോ ഒരു മാലിടുന്ന ഒരു മാലിടുന്ന ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രീതിക്കുള്ള കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞത്. വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിരുന്നത് പല അമ്പലങ്ങളും ഇതേപോലെ ചെയ്ത് വെച്ചത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കിയതാണ്. പിന്നെ ഈ ബാക്കിൽ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ വില്ലേജിൻ്റെ അവസ്ഥ. ഏകദേശം ഇരുട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വില്ലേജിൽ കയറുന്നില്ല.